സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ റിവ്യൂ എന്ന് വരുന്നില്ല, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആയിട്ട് ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ തന്നെയാണ്. സോ ഈ ഒരു പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കി ചോദിച്ചു കഴിഞ്ഞാൽ കിഡിലൻ മൂവി എന്ന് വേണം പറയാം. ടോം ഹോളണ്ടിന്റെ പഴയ മൂവിയിൽ നിന്നും ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു മെച്യൂർ ആയിട്ടുള്ള കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പടത്തിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഫ്രാങ്ക് കാസ്റ്റലിന്റെയും സ്പൈഡർമാന്റെ ആ ഒരു കോംബോ ഭയങ്കര കിടലിനായിട്ടാണ് എടുത്ത് കാണിച്ചത്. മാത്രമല്ല കുറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഒരു പഴയ ഹൾക്കിനെ ഇതിന്റെ ഭയങ്കര കലിപ്പായിട്ടുള്ള ഒരു ഹൾക്കിനെ ഇതിന്റെ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഹൾക്കിന്റെ സ്പൈഡർമാന്റെ ആ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഫൈറ്റിനൊക്കെ നോർമലി വലിയ ഡ്യൂറേഷനും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എടുത്ത് വെച്ചേക്കുന്ന സീൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ പടത്തിന്റെ അകത്ത് ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സ്പൈഡർമാന്റെ ഒരു മ്യൂട്ടേഷനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇതുവരെ ഉണ്ടായിരുന്ന പഴയ ടോം ഹോളണ്ടിന്റെ മൂവി വെച്ച് നോക്കുകയാണെങ്കിൽ ടോബി മക്കറിന്റെ ആ ഒരു പഴയ സ്പൈഡർമാനുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പൈഡർമാൻ ആയിട്ടാണ് ഈ ഒരു നോ വേ ഹോം നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. സോ ഇത്രയൊക്കെ ഒരു വീഡിയോ നമ്മൾ പറയുന്നുള്ളൂ. സോ സ്പോയിലർ ഇല്ലാണ്ട് മാക്സിമം പോയി തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഒരു ചെറിയൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, ഒറ്റൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനേ ഉള്ളൂ. സോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു സാധനമാണ്, പക്ഷെ അത് കണ്ടു നോക്കുക. ഇത്രയൊക്കെ ഒരു വീഡിയോ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.